ഇന്നലെ കൂടെ ഞാൻ വളരെയധികം സ്പിരിച്വാലിറ്റി ഉള്ള ഒരാളിൻ്റെ അടുത്ത് പോയിരുന്നു. അത് അവർ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അവരുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ അവരെന്നെ നോക്കിയിട്ട് പറഞ്ഞു, നല്ല ദൈവസാന്നിധ്യമാണ്, നല്ല ദൈവാനുഗ്രഹമാണ്, നല്ല സ്പിരിച്വൽ എനർജിയാണ്. പക്ഷേ ദൃഷ്ടിദോഷം എന്ന് പറയുന്ന സാധനം, ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ കമ്പയർ, കണ്ണുവിടൽ, ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചുമ്മാ പോവാം. കണ്ണേർ ഈ സമയം. പക്ഷേ നമ്മളൊരു നല്ല വീട് ഉണ്ടാക്കി വെച്ചേക്കുക. ആ വീടിന് മുമ്പേ ചിലപ്പോൾ കുമ്പളങ്ങ കണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതൊന്ന് മാറ്റിക്കാൻ വേണ്ടിയാണ്. ആ പുള്ളിക്കാരത്തി ഒരു ലേഡിയാണ്. ആ മാഡം പോലും പറഞ്ഞു, നല്ല കമ്പയർ, നല്ല ദൃഷ്ടിദോഷം ഉണ്ട്, സൂക്ഷിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല അനുഭവങ്ങളുണ്ട്. പക്ഷേ അത് എന്നെ അടിച്ച് ഇടുന്ന രീതിയിലുള്ള ആയാൽ പോലും ദൈവം എന്നെ വീണ്ടും ലിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പാണ് ഫാമിലി സർക്കസ് എന്ന് പറഞ്ഞ സിനിമ തൃശ്ശൂർ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വീണ് കാല് ഈ കുഴ വെച്ച് ഒടിഞ്ഞു പോവേണ്ടതാണ്. പക്ഷെ 2 പൊട്ടൽ അപ്പുറവും ഇപ്പുറവും വെച്ച് പൊട്ടിയത്. പക്ഷെ 50 ദിവസം പ്ലാസ്റ്റിക് കിടന്ന് ദൈവം എന്നെ കിരാത എന്ന് പറഞ്ഞ ഈ സിനിമയുടെ റിലീസിന് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നുണ്ടോ. കഴുത്തിന്റെ ആളെ ഇപ്പൊ വെർട്ടിഗോ എന്നാണ്. ഈ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഇതിന്റെ പ്രൊമോഷൻ വർക്ക് തുടങ്ങിയ സമയത്ത് ആണ് ഇപ്പം കോന്നിയിലേക്ക് ഞാൻ പോയത്. 2 ദിവസം മുമ്പ് ഞാൻ ആ കട്ടിലിൽ നിന്ന് എണീക്കുന്ന നേരത്താണ് എനിക്ക് ഭയങ്കര ആട്ടം വന്നു തുടങ്ങി. ഈ ഇയർ ബാലൻസ് ഇതൊരിക്കും ഉണ്ടായിരുന്നല്ല, പെട്ടെന്ന് സംഭവം വന്നു. അപ്പൊ ഇപ്പൊ ഡോക്ടറെ പോയി കണ്ടിട്ടാണ് ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും ആടിയാൽ ഛർദ്ദിക്കും. അപ്പൊ ഇവിടെ ഇപ്പം ഈ സമയത്തിന് എനിക്ക് വരാൻ പറ്റിയല്ലോ, എനിക്കിവിടെ ഇരിക്കാൻ പറ്റിയല്ലോ, നിങ്ങളോട് ഈ സത്യങ്ങൾ വിളിച്ച് പറയാൻ പറ്റിയല്ലോ. അത് എന്ന് പറയുന്നത് ഈ സ്പിരിച്വലിന്റെ ദൈവികമായ പോസിറ്റീവ് എനർജിയുടെ ഒരു അനുഗ്രഹം. ഇതിനകത്ത് ഈ 2 സംഗതിയും നന്നായി തന്നെ പ്രതിപാദിക്കുന്നു.